ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ഉൽപ്പന്ന സമർപ്പണം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. സമ്പൂർണ്ണ നെയ്വിളക്കിനുള്ള നെയ്യ്, പ്രസാദ ഊട്ടിനുള്ള ദ്രവ്യങ്ങളും 9-ാം തീയതി വരെ സമർപ്പിക്കാം. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം അതിവിപുലമായി പൂർവാധികം ഭംഗിയായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരും സന്തോഷപൂർവ്വം എത്തുന്നു. ആയതിലേക്കായിട്ടുള്ള ഉൽപ്പന്ന സമർപ്പണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് അവരൊരാൾ കഴിയുന്ന ദ്രവ്യങ്ങൾ ഭഗവതിയുടെ കരക്കിൽ നിന്ന് മുതൽക്ക് നമുക്ക് സമർപ്പിക്കാം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടും എല്ലാ ദേശവാസികളുടെയും തട്ടവാസികളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തോടു കൂടിയിട്ടും നടത്തുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും കേളത്ത് പാർവതി വലിയമ്മ, PR സുരേഷ് കുമാർ, തുളസി കണ്ണൻ, ശശി ചെമ്പകശ്ശേരി, കമലാധരൻ, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മെയ് 10-നാണ് ഉത്രാളിക്കാവിലെ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം. ഉത്രാളിക്കാവിലമ്മയുടെ പ്രതിഷ്ഠാദിനം മെയ് 10-ാം തീയതി ഞായറാഴ്ച അതിഗംഭീരമായ വിപുലമായ പരിപാടിയോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാ വർഷവും നടത്തുന്നതിനായിട്ടും അതിഗംഭീരമായി നടത്തുവാനാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡും ഇവിടുത്തെ നാട്ടിലെ ഭക്തജനങ്ങളും എല്ലാ ദേശക്കാരും കൂടി നടത്തുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ക്ഷേത്ര സമിതി ഇല്ലാത്ത കാരണം ദേവസ്വം ബോർഡിനെ സഹായിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി ഏകദേശം 5000 പേരോളം അടങ്ങുന്ന അന്നദാനവും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി മേളവും പദ്യവാദിയും കൽപ്പനയും നടത്തുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉൽപ്പന്ന സമർപ്പണം ഇന്ന് ചൊവ്വാഴ്ച 5-ാം തീയതി 8 മണിക്ക് നടത്തിയത്. എല്ലാ ഭക്തജനങ്ങളുടെ സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിഷ്ഠാദിനത്തിൽ ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കളഭച്ചാർത്ത്, തന്ത്രിപൂജ, പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശിവേലി, കൈക്കൊട്ടിക്കളി, പ്രസാദ ഊട്ട്, ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാണ്ഡിമേളം, ദീപാരാധന, നിറമാല, സമ്പൂർണ്ണ നെയ്വിളക്ക്, തായമ്പക, കേളി, കൊമ്പ് പറ്റ്, കുഴൽപ്പറ്റ്, കോങ്ങാട് മധുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടു കൂടിയ എഴുന്നള്ളിപ്പ്, കോമരത്തിന്റെ കൽപ്പന എന്നിവ നടക്കും. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ബിവോക്, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.